ആ ശ്രുതി ഏത് ലെവലടാ എൻ്റെ ക്ലാസ്സിലെ അന്ന് കാണിച്ചില്ലേ ലെവൽ ഇന്നാളെ എൻ്റെ അടുക്ക വന്ന് പറയാ. നിർത്ത് മോനെ നിർത്ത്. ബാക്കി ഞാൻ പറയാം. അവള് വന്ന് എന്നോട് പറഞ്ഞ് നിനക്കൊടുക്കത്തെ ഗ്ലാമറാണ്, നിനക്കൊരുപാട് ഫാൻസ് ഉണ്ടെന്ന്, അതിലൊരാളാണ് ഞാൻ എന്നൊക്കെയല്ലേ. മനസ്സിലാക്കി കളഞ്ഞല്ല. എങ്ങനെ മനസ്സിലായത്? കഴിഞ്ഞ ആഴ്ച ആ രേഷ്മയെ കുറിച്ച് ഇതൊക്കെ തന്നെയല്ലേ പറഞ്ഞേ? ഓ മതിയടാ, നീ ഇതൊക്കെ ഓർത്ത് വെക്കുന്നുണ്ടാ. നീ പോയി എടുക്കൂട്ടെ. ഹലോ, ഒന്ന് കാണാൻ പറ്റോ? നാട്ടിലെത്തുന്നതിന് മുമ്പേ. പിന്നെ പറ്റാതെ. എവിടെയുള്ളത്? കണ്ണൂരിൽ നിന്ന് ബസ് കയറാൻ പോകുന്നു. ഞാൻ ഇതെത്തി. കുളി അത് വേണം. ജെല്ലുണ്ട്, ഷവറുണ്ട്, പിന്നെ സ്പ്രേ അതും. ഞാൻ എത്ര എടുക്കും വലിയ പറയുന്നു. നീ വേണം. ഞാനാ നിന്റെ നടക്കൂല പറയാൻ. പ്ലീസ് എന്തായാലും നീ വേണം. ഞാൻ പതിയെ പോകും. പക്ഷെ എന്റെ ഈ ഡ്രസ് ഫാൻസ് അതൊക്കെ ആലോചിക്കുമ്പോഴേ എടാ മതിയടാ. Stop! അവനാണോ പോയത്? നമുക്ക് പോവാം. അല്ല വണ്ടിയല്ലേ കയ്യിലിരിക്കുന്നത്. ഒരു യാത്ര പോയാലോ? അവനവന്റെ പെണ്ണിനെ കാണാൻ പോയതാ. നമുക്ക് ആ സീനറി കാണാൻ പോയാലോ? यात्रा
പ്രണയം ഒരു മഴ പോലെ നനവും, വെയിൽ പോലെ ഗാഢവും, തിര പോലെ സുന്ദരവും. കടലിൽ വിരിയുന്ന ഓരോ തിരമാലയും അതിന്റെ ലക്ഷ്യത്തിലെത്തി തിരിച്ചു പോകുന്നു. കടൽ കരയ്ക്ക് കൊടുക്കുന്ന വാക്കാണ് വീണ്ടും കാണുക. എന്നും സൂര്യരശ്മി വിരിയും പോലെ. ചന്ദ്രകാന്തി പടരും.